അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകണേ എന്നും അറിഞ്ഞോ അറിയാതെയൊക്കെ ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾക്ക് ഇത് ഒരു പ്രായശ്ചിത്ത പ്രാർത്ഥനയായി സ്വീകരിച്ച് അമ്മയുടെ അനുഗ്രഹത്താൽ ഞങ്ങളുടെയൊക്കെ ഭവനങ്ങളിൽ അഷ്ടൈശ്വര്യങ്ങളും ഭവിക്കുവാൻ ഇടയാകണേ ഭഗവതി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്തേ 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 മഹേശി ചൊല്ലിക്കോളൂ. സമസ്താപരാധം ക്ഷമിപ്പാൻ തൊഴുന്നേൻ. നമസ്തേ 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 ലളിതംബികേ. സമസ്താപരാധം ക്ഷമിപ്പാൻ തൊഴുന്നേൻ. സമസ്ത പ്രപഞ്ചം ഭരിക്കും മഹേശി. സമസ്താപരാധം ക്ഷമിപ്പാൻ തൊഴുന്നേൻ. സമസ്താപരാധം ക്ഷമിപ്പാൻ തൊഴുന്നേൻ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ലളിതാംബികായേ നമഃ. എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കുക. എന്താണോ അവരവർക്കുള്ള ദുഃഖങ്ങളും വേദനകളും ഒക്കെ മാറ്റിത്തരുവാൻ അമ്മയോട് പ്രാർത്ഥിക്കുക. കണ്ണടച്ച് അല്പസമയം മൗനമായിരുന്ന എന്തൊക്കെയാണോ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ നീങ്ങേണ്ടത് അതിനു വേണ്ടിയിട്ടുമൊക്കെ പ്രാർത്ഥിച്ച് ആ അമ്മയുടെ പാദകമലങ്ങളിലേക്ക് പൂക്കൾ സമർപ്പിക്കണം. എല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിച്ച് ആ പൂക്കള് വിളക്കിന്റെ ചുവട്ടിലേക്ക് സമർപ്പിക്കുക. രണ്ട് കൈകൊണ്ടും ആ വിളക്കിന്റെ ചുവട്ടിൽ തൊട്ട് നമസ്കരിക്കണം. അപ്പൊ നമ്മള് തൊട്ട് നമസ്കരിക്കുമ്പോൾ നേരെ കൈവച്ച് എങ്ങനെ നമസ്കരിക്കരുത്, കൈ പിണച്ച് വേണം നമസ്കരിക്കാൻ. മനസ്സിലായോ? നേരെ നമസ്കരിക്കരുത്, കൈ പിണച്ച് ദേവിയുടെ പാദത്തിലേക്ക് നമസ്കരിച്ചോളൂ. എന്തിനാണ് അങ്ങനെ പിണച്ച് നമസ്കരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു തരാം കേട്ടോ. പ്രഭാഷണത്തിൽ ഉൾപ്പെടുത്തി പറഞ്ഞു തരാം എന്തിനാണ്. അത് നമ്മുടെ തന്ത്രി പറഞ്ഞായിരുന്നു, ഞാൻ ഇന്നലെ അത് പറയാൻ മറന്നുപോയി കേട്ടോ. ഇപ്പൊ അത് ഏതായാലും ഓർത്തു നമ്മൾ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ദേവിയുടെ പാദത്തിലാണ് ഇപ്പോൾ തൊട്ട് നമസ്കരിച്ചത്. ഇനി നമുക്ക് നിത്യവും നമ്മൾ ചൊല്ലാറുള്ള ഭഗവാന്റെ 108 നാമങ്ങൾ കൂടി ചൊല്ലുകയാണ്. അപ്പൊ അതുകൊണ്ട് ആ പൂജ നമ്മളിപ്പോൾ സമർപ്പിച്ചിരിക്കുകയാണ്. ഇനി അതിന്റെ ദക്ഷിണാചടങ്ങൾ മാത്രമേ നമുക്കുള്ളൂ. അല്പം പൂക്കളെടുത്ത് തൊഴുത് പിടിച്ചോളുക. ആരും അർച്ചനയൊന്നും ഇനി ചെയ്യണ്ട. ഇനി ഇവിടുന്ന് ഭഗവാന്റെ 108 നാമങ്ങൾ ചൊല്ലിക്കൊണ്ട് നമ്മളുടെ നിത്യവും നമ്മൾ നടത്താറുള്ള ദീപാരാധന, യജ്ഞമണ്ഡപത്തിലെ ദീപാരാധനയും നമ്മളുടെ സർവൈശ്വര്യ പൂജയുടെ ദീപാരാധനയും നമ്മൾ ഒരുപോലെ കൊണ്ടാടപ്പെടാൻ പോവുകയാണ്. അപ്പൊ ഇനി ഭഗവാന്റെ 108 നാമങ്ങൾ ചൊല്ലിക്കൊണ്ട് ആ ദീപാരാധനയിലേക്ക് നമ്മൾ കടക്കുകയാണ്. കാലിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പുറകോട്ട് നീങ്ങിയിരുന്ന കാലൊക്കെ ഒന്ന് നിവർത്തി വെച്ചോളൂ, കുഴപ്പമില്ല കേട്ടോ.